പ്രിയപ്പെട്ടവരെ, ഏവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ലൈഫ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ്. നമുക്കറിയാൻ കഴിഞ്ഞ 2016 ലൈഫ് പദ്ധതി നിലവിൽ വന്നത്. ഇടതുപക്ഷ സർക്കാരിൻ്റെ, അതായത് പിണറായി വിജയൻ ആദ്യമായിട്ട് അധികാരമേറ്റെടുത്ത ശേഷമാണ് ലൈഫ് പദ്ധതി വന്നത്. അപ്പോൾ ആദ്യഘട്ടങ്ങളിൽ പൂർത്തീകരിക്കാത്ത പല പദ്ധതികളിൽ പൂർത്തീകരിക്കാതെ കിടന്ന വീടുകളൊക്കെ തന്നെയാണ് ആദ്യം പരിഗണിച്ചത്. അതിനുശേഷം ലൈഫ് പദ്ധതിയിൽ നേരത്തെ അപേക്ഷകരായിട്ടുള്ള, അതായത് 2011 സാമ്പത്തിക ജാതി സെൻസസിൻ്റെ ഭാഗമായിട്ട് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഉൾപ്പെട്ട ആൾക്കാരെയാണ് പിന്നെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയത്. അതിനുശേഷം കുറച്ച് പേരിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു പദ്ധതി മുന്നോട്ട് പോയത്. ഏകദേശം 5 ലക്ഷത്തോളം ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുമെന്നായിരുന്നു അന്ന് പറഞ്ഞത്. എന്നാൽ പ്രളയവും 2 തവണയുണ്ടായ പ്രളയവും അതുപോലെ തന്നെ കോവിഡും ഒക്കെ തന്നെ ആ പദ്ധതിയുടെ പെട്ടെന്നുള്ള പ്രവർത്തനങ്ങളിൽ കാലതാമസം വന്നു. പിന്നീട് വീണ്ടും സർക്കാർ 2021 വീണ്ടും അപേക്ഷ സ്വീകരിക്കുകയും ഏകദേശം 6 ലക്ഷത്തോളം ആളുകൾ, അതായത് മുൻപുണ്ടായിരുന്ന ആളുകളും പിന്നീട് പെൻഷന് പുതുതായിട്ട് ഉൾപ്പെടുത്തിയ ആളുകളും എല്ലാം കൂടെ ചേർന്ന് ഏകദേശം 6 ലക്ഷത്തോളം പേര് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നു. ഇപ്പോൾ നിലവിലൊരു 4 ലക്ഷത്തോളം ആളുകൾക്ക്, അത് പഴയതുൾപ്പെടെ ആകുമ്പോൾ 5 ലക്ഷത്തിന് മുകളിലുണ്ട്. എങ്കിലും ഇപ്പോൾ പുതിയ പദ്ധതിയിൽ ഏകദേശം മൊത്തത്തിൽ 4 ലക്ഷത്തോളം ആളുകൾക്കാണ് ഈ ഒരു വീട് ലഭിച്ചിട്ടുള്ളത്. എങ്കിലും ഇനിയും ഒരു 1.5 ലക്ഷത്തോളം ആളുകൾ ഇനിയും ഈ ലിസ്റ്റിലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ ഭൂരിഭാഗം ആളുകളും ഭൂരഹിതരായിട്ടുള്ളവരും കൂടെയാണ്. അപ്പോൾ അവർക്കെല്ലാം തന്നെ ഈ വീട് ലഭിക്കുന്നതിന് ഇതുവരെയായിട്ടും എന്താണ് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. സർക്കാർ മാറിയൊരവസ്ഥയിൽ എല്ലാവരും വളരെ വിഷമത്തിലാണ്. കാരണം സ്വാഭാവികമായിട്ട് എന്താണ് സംഭവിക്കുന്നത് അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ UDFൻ്റെ, അതായത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ലൈഫ് പദ്ധതിക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടൊന്നും ആയിരുന്നില്ല നേരത്തെ തന്നെ ഉണ്ടായിരുന്നത്. UDF കൺവീനറായിട്ടിരുന്ന MM ഹസൻ തന്നെ ലൈഫ് പദ്ധതി അവർ അധികാരത്തിൽ വന്നാൽ പിരിച്ചുവിടുമെന്നൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും ലൈഫ് പദ്ധതിയുടെ മാനദണ്ഡങ്ങളിൽ ചിലപ്പം വ്യത്യാസം വന്നേക്കാം. പുതിയ അപേക്ഷകൾ സ്വീകരിച്ചേക്കാം. അതല്ലെങ്കിൽ നിലവിലുള്ള ലിസ്റ്റിലുള്ളവരെ ഒഴിവാക്കിക്കൊണ്ട് പുതുതായിട്ട് വീണ്ടും അപേക്ഷ സ്വീകരിച്ച് പുതിയ ലിസ്റ്റ് ഉണ്ടാക്കി വീടുകൾ നൽകുന്ന ഒരു സംവിധാനമാകാം. എങ്കിലും അവർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഈ പ്രകടന പത്രിക അല്ലെങ്കിൽ ഒക്കെ പുറത്തിറക്കിയപ്പോൾ ഒരിക്കൽ പോലും ഈ കേരളത്തിലെ ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് വീട് നൽകുന്നതോ അല്ലെങ്കിൽ ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് വീട് നൽകുന്നതിനെക്കുറിച്ചോ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് എന്താകും, അങ്ങനെ ഇനിയൊരു പദ്ധതി മുന്നോട്ട് പോകുമോ, അതോ പണ്ടത്തെ കൂട്ട് ചില വകുപ്പുകൾ മുഖേന മാത്രം വീടുകൾ കൊടുക്കുന്ന സംവിധാനം വരുമോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർ എന്തായി ഇനിയും വീട് അപേക്ഷയെന്ന് സ്വീകരിക്കും, ഇനിയും പദ്ധതി ഉണ്ടാകുമോ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഈ പദ്ധതി മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. നിലവിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഈ ഒരു പദ്ധതി നിലച്ചു പോകാനുള്ള സാധ്യത. എന്തെങ്കിലും ഒരു വഴി അവർ കാണാതിരിക്കത്തില്ല എന്നാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. കാരണം ഒരു സർക്കാരിനും അങ്ങനെ ഇങ്ങനെയുള്ള ആളുകളെ കാണാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ അവർക്ക് വീടും ഭൂമിയൊക്കെ നൽകാമെന്ന് പറഞ്ഞാൽ ഏതൊരു സർക്കാരിൻ്റെയും കടമയാണ്. അപ്പോൾ അത് ഏത് രീതിയിലുള്ള സാമ്പത്തിക സ്രോതസ്സ് ഉണ്ടാക്കിയായാലും കടമായാലും ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണല്ലോ ഒരു സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ക്ഷേമപ്രവർത്തനങ്ങൾ അത് കടം വാങ്ങിച്ചാലും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം സർക്കാരുകൾക്കുണ്ട്. കാരണം ജനങ്ങളുടെ ക്ഷേമത്തിനായിട്ട് മാത്രമാണ് ഒരു സർക്കാർ നിലനിൽക്കേണ്ടത്. ജനങ്ങളുടെ ക്ഷേമം തന്നെയാണ് ഏറ്റവും പ്രധാന ഘടകവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ആൾക്കാർ കമൻറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ വീഡിയോ ചെയ്തത്. ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല. ഇനിയും ക്ഷേമപ്രവർത്തനങ്ങളുടെയൊക്കെ തന്നെ ഈ സർക്കാർ കൊണ്ടുവരുന്ന നല്ല കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ആ നല്ല കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വാർത്തകളായിട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയുണ്ടാകണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.